മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ മോഹൻദാസ്. 2026 വ്യാഴ മാറ്റ ഫലപ്രവചനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുമാതിരി ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനലിൽ തുടരെ വരുന്നതായിട്ടുള്ള എൻ്റെ പ്രോഗ്രാമുകൾ, ഇനിയിപ്പോൾ മാസഫലങ്ങൾ, അതുപോലെയൊക്കെയുള്ള പല പല കാര്യങ്ങൾക്കും പദ്ധതിയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, എല്ലാ പ്രോഗ്രാമും കിട്ടും. അപ്പോൾ 2026 ജൂൺ 2 കർക്കിടകത്തിലേക്ക് വ്യാഴം രാശി മാറുകയാണ്. ഉച്ചരാശിയാണ്, വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകം. 12 രാശികൾ ഉള്ളതിൽ വ്യാഴത്തിന് ഏറ്റവും വലിയ അനുഗ്രഹ ബലവും പവറും എല്ലാം കിട്ടുന്ന ആയിട്ടുള്ളൊരു രാശിയാണ് കർക്കിടകം. ഇത്തരുണത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചോതി നക്ഷത്രക്കാർക്ക് ഈ മാറ്റം കൊണ്ട് എന്താണ് അനുഭവം എന്ന് പറയാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ചോതി നക്ഷത്രക്കാർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവരുമായിട്ട് ശരിക്കും സഹകരിക്കുന്ന ആൾക്കാരാണ്. കാർഷിക വൃത്തി അതുപോലുള്ള കാര്യങ്ങളോടൊക്കെ വലിയ താല്പര്യമുള്ള ആൾക്കാരാണ്. നേരും നെറിയുള്ള ആൾക്കാരാണ്. സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ കഠിനാധ്വാനികളാണ്. ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ്. കുടുംബത്തിനോടാണെങ്കിലും സമൂഹത്തിനോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും അങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് 2025 കാലങ്ങളിലും വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ദോഷമൊന്നും ഇല്ലാണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാന്ന് വെച്ചാൽ വ്യാഴം 9ാം ഭാഗത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മോശം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വ്യാഴം ശത്രുക്ഷേത്രമായിട്ടുള്ള മിഥുനത്തിലായിരുന്നു ഈ 9 സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. 9 സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികം തപസ് ചെയ്യണം വ്യാഴം, വ്യാഴം എന്നൊക്കെ പറയും. കൂടുതൽ ഗുണം ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പല പുസ്തകങ്ങളിൽ പല രീതികളും പറയുന്നുണ്ട്. ആ പറഞ്ഞ മുഴുവനും ശരിയല്ല. പക്ഷേ ശത്രുക്ഷേത്രമായിട്ടുള്ള മിഥുനൻ രാശിയിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ കാലം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ പോലും ഈ പറഞ്ഞ വലിയ ഭാഗ്യാനുഭവങ്ങളൊന്നും അവർക്ക് കിട്ടിക്കാണില്ല. പക്ഷെ വ്യാഴത്തിന് അത്രയുള്ള ശേഷി ഉണ്ടായിരുന്നു. 2026 ജൂണിലെ വ്യാഴമാറ്റത്തോട് അനുബന്ധിച്ച് ചോതി നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്ക് 10ാം ഭാഗത്തേക്ക് വ്യാഴം വന്ന് ഭവിക്കുകയാണ്. 10 എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ കർമ്മസ്ഥാനമാണ്. വിധിപരമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജാതകവശാൽ ദൈവത്തിൽ നിന്ന് വരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഭാഗ്യാനുഭവങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ കൊണ്ടുതരുന്നൊരു ഭാവമാണ് 10ാം ഭാവം. 10 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മസ്ഥാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ന്ന തലത്തിൽ നോക്കിയാണ് നമ്മുടെ ഉദ്യോഗം അതുപോലുള്ള കാര്യങ്ങൾ. ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കുമ്പോഴോ നമ്മുടെ വിധിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതൊക്കെയാണ് 10 കൊണ്ട് പറയുന്നത്. പൊതുവെ ജോലിക്ക് അന്വേഷണത്തിൻ്റെ ചെറുപ്പക്കാർക്കെല്ലാം നല്ല രീതിയിലുള്ള ജോലി കാര്യങ്ങളെല്ലാം കിട്ടും. PSC പരീക്ഷകളിലൊക്കെ പോയി എഴുതും, ഇങ്ങനെയൊക്കെ പരീക്ഷയൊക്കെ എഴുതി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഈ പറഞ്ഞ മാതിരി നല്ല പ്രതീക്ഷയ്ക്ക് വകയുള്ളൊരു സമയമാണ്. ഉദ്യോഗത്തിലിരിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് പ്രമോഷൻ, അതേമാതിരി അനുകൂല സ്ഥലം മാറ്റങ്ങൾ, പ്രമോഷനോടൊപ്പമുള്ള സ്ഥലം മാറ്റങ്ങളായിരിക്കും. അതുപോലുള്ള കാര്യങ്ങളെല്ലാം ശരിയായിട്ട് കിട്ടും. അങ്ങനെ വളരെ നാളായിട്ട് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉദ്യോഗം അന്വേഷണം നടക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെയധികം ഗുണപരമായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ 10ാം ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രം, മാർഗം, അതേമാതിരി രാജാവ് അല്ലെങ്കിൽ രാജാവിങ്കിൽ നിന്ന് കിട്ടുന്നതെന്നൊക്കെ അർത്ഥമുണ്ട്. കുടുംബക്ഷേത്രം അല്ലെങ്കിൽ നാട്ടിലുള്ളൊരു ക്ഷേത്രപ്പണി നടക്കണു, പെട്ടെന്നായിട്ടൊരു പുനരുദ്ധാരണോ അല്ലെങ്കിൽ എന്തും നടക്കണു, നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ കമ്മിറ്റിയിലൊക്കെ ചെന്ന് കയറും. നമ്മൾ നാടൊക്കെ പിരിക്കാൻ പോവും. രാത്രിയും പകലും ഒക്കെ കൂട്ടുകൂടി പിരിക്കാനൊക്കെ നടന്ന് കമ്മിറ്റിയൊക്കെ കൂടി
അതുമാതിരിയുള്ള അതിൻ്റെ പണികൾക്കൊക്കെ കൂടാനും നമ്മൾ സംഭാവനകൾക്ക് മാത്രമല്ല നമ്മൾ മറ്റുള്ളവരുടെ ഇതിൽ കൂടി പൈസയൊക്കെ സംഘടിപ്പിച്ച് വലിയൊരു പുണ്യകർമ്മമായിട്ടുള്ള ക്ഷേത്ര നിർമ്മാണത്തിലൊക്കെ പങ്കാളിയാവുക എന്നുള്ളതാണ് അതിൻ്റെ അങ്ങനത്തെ ഒരു ഫലങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ പോലും ഇതുവരെ ഒരു കമ്മിറ്റിയിലോ ഒരു സ്ഥലത്തും പോകാത്ത ആൾക്കാരൊക്കെ ചുമ്മാ ഒരു പൊതുയോഗത്തിനൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളെ ആരെങ്കിലുമൊക്കെ പ്രോപ്റ്റ് ചെയ്ത് നമ്മളെ അതിലേക്ക് സെലക്ട് ചെയ്ത് നമ്മളെ കമ്മിറ്റി മെമ്പറൊക്കെ ആക്കി ഒരു കമ്മിറ്റിക്കാരനൊക്കെ ആയിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷ കൊണ്ടല്ല വീട്ടിൽ പോകണേ. അങ്ങനത്തെ ഒരു അനുഭവമൊക്കെ എനിക്കൊരു ഉണ്ടായിട്ടുണ്ട് ഈ 10ാം ഭാഗത്ത് സ്ട്രോങ് ആയിട്ട് വ്യാഴം നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരത്ത് ഒരു ചെറിയ വലിയ സൗകര്യമൊന്നുമില്ലാത്ത ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി ഇങ്ങോട്ട് വരാൻ ഉള്ള വീതിയൊന്നുമില്ലാത്ത റോഡും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലോ അയൽവക്കത്തുകാരും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ചേർന്ന് ഒരു ശ്രമദാനം പോലെയൊക്കെ വഴി വെട്ടാനൊക്കെ ആയിട്ട് ഇടവരിക, മാർഗം ഉണ്ടാക്കുക, പെട്ടെന്നൊരു ഡെവലപ്മെൻറ്റ് വരിക. വലിയ ഇതൊന്നുമില്ലാതെ മുടിഞ്ഞു കിടന്നുകൊണ്ടിരുന്ന നമ്മുടെ പഞ്ചായത്ത് റോഡിന് പെട്ടെന്ന് ടാറിങ്ങിനൊക്കെ അനുമതി ഉണ്ടാവുക. അതിലൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു നേതൃത്വമോ അല്ലെങ്കിൽ സഹകരണത്തിനോ ഒക്കെ ഇടവരിക, അല്ലെങ്കിൽ നമ്മുടെ നാട് തന്നെ അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ പുരോഗമിക്കുക, അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ നിൽക്കാൻ ഇടവരിക. അതാണ് മാർഗം എന്ന് പറയുന്നത്. അതുപോലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പോലെയുള്ള ഈ ജനകീയ സർക്കാർ സംരംഭങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഓരോ രീതിയിലുള്ള അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമുക്കോടും കൂടി റോൾ ഉണ്ടാവുക. അവിടെ നിന്നൊക്കെ പല പല ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാനിട വരിക. പൊതുവെ പറഞ്ഞ അധികാരി വർഗത്തിൽ നിന്ന് നമുക്ക് വളരെ പ്രയോജനപ്രദവും ഗുണപരവുമായിട്ടുള്ള കാര്യങ്ങൾ സഹായിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഇടവരിക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 10ൽ വ്യാഴം നിന്നാലുള്ള ഗുണം. ഉദ്യോഗം ഇല്ലാത്തവർക്ക് ഉദ്യോഗം കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഉദ്യോഗം ഉള്ളവർക്ക് പ്രൊമോഷനും അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ വരും. അതുപോലെ ക്ഷേത്ര ദർശനത്തിനൊക്കെ ഭാഗ്യം കിട്ടും. ഈശ്വരനുമായിട്ട് അടുത്ത് നിൽക്കാനുള്ള 10 എന്ന് വെച്ചാൽ രക്ഷാസ്ഥാനമൊക്കെയാണ്. അങ്ങനത്തുള്ള കാര്യങ്ങൾ വളരെ നാളായിട്ടൊരു ക്ഷേത്ര ദർശനം കൊതിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സാധ്യതക്കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ചോതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഈ തവണ പറയാനുള്ളത്. അപ്പോൾ 2026 ജൂൺ 2-ാം തീയതി കർക്കിടകത്തിലേക്ക് വന്നു ചേരുന്ന ഈ വ്യാഴം 10ാം മാസത്തിൽ 2026 10ാം മാസത്തോടുകൂടി ചിങ്ങത്തിലേക്കാണ് വരുന്നത്. ചിങ്ങരാശിയിലേക്ക് വരുമ്പോഴോ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാഗത്തേക്ക് വ്യാഴം വരുന്ന ഒരു സമയമാണ്. 11ലേക്ക് അതും ഉച്ചരാശിയിൽ വ്യാഴം സഞ്ചരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ തന്നെ അത്രമാത്രം കഷ്ടതയൊന്നുള്ള ദശാകാലത്തോടെ അല്ല സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ തന്നെ ഏറ്റവും ഭാഗ്യമുള്ള സമയമായിരിക്കും. വരുമാനത്തിന് വൻകിട വർധനവുണ്ടാവും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വരുമാനത്തിന് ഉയർന്ന രീതിയിലുള്ളൊരു വർധനവുണ്ടാവും. പല വഴിക്കേ കൂടെ പണങ്ങൾ ചെന്ന് ചേരും. തുലാരാശിക്കാരെന്ന് വെച്ചാൽ ഇനി എന്ത് ജോലിയുള്ള ആൾക്കാരോ അങ്ങനത്തെ ഉള്ള ആൾക്കാരെല്ലാവരും കുറച്ച് കച്ചവട സ്വഭാവമുള്ള ആൾക്കാരാണ്. ത്രാസാണ് ആ രാശിയുടെ ചിഹ്നം തന്നെ. ഗവൺമെൻറ് ജോലി ഉള്ളവർക്ക് പോലും ചിലപ്പോൾ ചില ഏജൻസികളോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കുടിൽ വ്യവസായമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ തുലാം രാശിക്കാരിൽ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെയൊക്കെയുള്ള പല വഴി കൂടെ വരുമാനം കിട്ടാനുള്ള സാധ്യത. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് നമ്മൾക്ക് നടക്കാതെ കിടന്ന പല പല കാര്യങ്ങളും വളരെ ഊർജ്ജസ്വലമായിട്ട് നടക്കാനായിട്ട് ഇടവരുന്ന ഒരു കാലമാണ്. മക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവം ഉണ്ടാവും. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാനിടവരും. പരീക്ഷയിലൊക്കെ ഉന്നതമായ മാർക്ക് മേടിക്കും. മക്കൾക്ക് നല്ല ജോലി കാര്യങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കാനിടവരിക. വിവാഹമൊക്കെ പലപ്പോഴും ആലോചിച്ചു, എന്നിട്ടും നല്ല വിദ്യാഭ്യാസവും നല്ല സൗന്ദര്യമൊക്കെ ഉള്ള നമ്മുടെ പെൺകുട്ടിക്ക് മാത്രമേ കല്യാണം നടത്തുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ജ്യോതിഷന്മാരെ കാണാനായിട്ട് വരുന്നുണ്ട്. ഈ എൻ്റെ അടുത്തും വരാറുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് പറഞ്ഞത്. അപ്പോൾ അവരെ കൂടെ ഒക്കെ പറയാനുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം കുട്ടിയുടെ വിവാഹം നടക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നക്ഷത്രത്തിൻ്റെ 11ാം ഭാഗത്തേക്ക് വ്യാഴം വന്ന കുട്ടിയുടെ വിവാഹം നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാഴം സന്താനകാരകനാണ്. സന്താനകാരകനാണ്, സമ്പത്തിൻ്റെ കാരകനാണ്, സ്വർണത്തിൻ്റെ കാരകനാണ്, അതേമാതിരി ദൈവാധീനത്തിൻ്റെ കാരകനാണ്, എല്ലാ അഭിവൃദ്ധിയുടെയും കാരകനാണ്. എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് തോന്നിക്കും വ്യാഴം അനുകൂലമാവുന്ന സമയത്ത്. ഞാൻ ഇതിലെ പോയി കഴിഞ്ഞാലും ഈശ്വരൻ എന്നോടൊപ്പം ഉണ്ടെന്നുള്ളതാണ്. വ്യാഴം നമുക്ക് അനുകൂലമായോ എന്ന് അറിയാനുള്ള ലക്ഷണം തന്നെ അങ്ങനെയാണ്. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ മനസ്സിലൊരു കുളിർമ തോന്നും.
നമ്മൾ പോലും അറിയാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ആ ഇറുക്കമായി ഒരു അയവ് തോന്നും. എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം ദൈവമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് സന്തോഷമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം ശുഭകരമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. വളരെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ തന്നെ എൻ്റെ സമീപം തന്നെ ഈശ്വരൻ്റെ സാന്നിധ്യം അനുഭവപ്പെടും. അതാണ് വ്യാഴത്തിൻ്റെ ഗുണപരമായിട്ട് വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം. അതിൽ തന്നെ ഏറ്റവും വലിയ ഗുണമുള്ള സമയമാണ് 11ാമത്തെ ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഉയർന്ന സന്താന ഗുണം, സാമ്പത്തിക ഗുണം, അതുപോലെ ഉദ്യോഗ ഗുണം, ഔദ്യോഗികപരമായിട്ട് ഉയർന്ന പദവികൾ കിട്ടാനുള്ള ഭാഗ്യം, തീർത്ഥാടന ഭാഗ്യം, അതുപോലുള്ള പല പല ഗുണകാര്യങ്ങളും ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളും ചോതി നക്ഷത്രക്കാർക്ക് ഈ തവണ ഈ 2026 സംഭവിക്കും. ദശകൾ പലതുമുണ്ട് ജാതകത്തിൽ. ശനിദശയായിരിക്കും ചിലർക്ക് വ്യാഴദശാകാരായിരിക്കും ഒരേ നക്ഷത്രക്കാർക്ക് തന്നെ. ആ ദശയുടെ നാഥന്മാരൊക്കെ ഗ്രഹനിലയിൽ നിൽക്കുന്നതിൻ്റെ അനുസരിച്ചൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ സൗരയൂഥത്തിൽ നിന്നതിൻ്റെയൊക്കെ അനുസരിച്ച് പലരുടെ കണ്ടീഷനിലും പല പല ദശകളും പല പല അവസരം ഭാഗ്യാനുഭവങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ നിലകൊള്ളുന്നത്. ചിലർക്ക് കഷ്ടകാലമായിട്ടുള്ള ശനിദശയൊക്കെ ആയിരിക്കും. അതൊക്കെ ജാതക പരിശോധന നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും വ്യാഴ അനുകൂലമായിട്ട് വരുന്ന ഈ സമയങ്ങളിൽ അങ്ങനത്തുള്ള എന്തോ ദോഷമുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു വിടുതൽ സംഭവിക്കുകയും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഭവിക്കുകയും ചെയ്യും എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് എല്ലാ ചോതി നക്ഷത്രക്കാർക്കും, ബാക്കിയുള്ളവർക്ക് ഒന്നുമില്ല എന്നല്ല, പ്രത്യേകിച്ച് എല്ലാ ചോതി നക്ഷത്രക്കാർക്കും ഈ വർഷം വളരെ ഗുണകരമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.